ഹായ് ഫ്രണ്ട്സ്, JP ഗൾഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് UAE വന്നിട്ടുള്ള ഏറ്റവും പുതിയ ജോബ് വേക്കൻസികൾ എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കുറച്ച് കമ്പനികളിലായിട്ട് കുറച്ച് നല്ല വേക്കൻസികളാണ് ഇന്ന് വന്നിട്ടുള്ളത്. സൺസെറ്റ് ഹോസ്പിറ്റാലിറ്റി, അതേപോലെ തന്നെ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റ് മേഖലയിലേക്ക് ജോബ് നോക്കുന്നവർക്ക് അങ്ങനെയുള്ള കുറേ വേക്കൻസികൾ, സ്കൂൾ മേഖലയിലേക്കുള്ള വേക്കൻസികളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൃത്യമായിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. നിങ്ങൾ വിസിറ്റ് വിസയിൽ വന്ന് UAE ജോബ് നോക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. UAE നടക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ ഇൻ്റർവ്യൂസിൻ്റെ ഡീറ്റെയിൽസുകളും UAE കമ്പനി ത്രൂ വരുന്ന എല്ലാ വേക്കൻസികളും കൃത്യമായിട്ട് അതിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന എല്ലാ വേക്കൻസികളും കമ്പനി ത്രൂ ഡയറക്റ്റ് വരുന്നതും അതേപോലെ തന്നെ കമ്പനിയുടെ ഒഫീഷ്യൽ കരിയർ പേജിൽ പബ്ലിഷ് ചെയ്യുന്ന വേക്കൻസികളാണ്. അപ്പോൾ യാതൊരു വിധത്തിലുള്ള ചാർജോ അതല്ലെങ്കിൽ പേയ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള വേക്കൻസികൾ മാത്രമാണ് നമ്മളുടെ ഗ്രൂപ്പിലും അതേപോലെ തന്നെ നമ്മളുടെ യൂട്യൂബ് ചാനലിലൊക്കെ പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യുക. കൂടുതൽ വേക്കൻസികളും നിലവിൽ വിസിറ്റിലുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വേക്കൻസികളാണ്. അതിൽ ചില വേക്കൻസികൾ സ്കൂൾ മേഖലയിലേക്കൊക്കെ ഉള്ള ചില വേക്കൻസികളൊക്കെ നാട്ടിൽ നിന്നും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വേക്കൻസികളാണ്. ഞാൻ പ്രത്യേകമായി എടുത്ത് പറയാറുണ്ട്, ഗ്രൂപ്പിലായാലും അതേപോലെ തന്നെ വീഡിയോയിലായാലും കൃത്യമായിട്ട് പറയാറുണ്ട്. അപ്പോൾ ഞാൻ നീട്ടുന്നില്ല, നമ്മളുടെ വേക്കൻസിയിലേക്ക് കടക്കാം. ആദ്യം വന്നിട്ടുള്ള വേക്കൻസി സൺസെറ്റ് ഹോസ്പിറ്റാലിറ്റി ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു കമ്പനിയിലേക്ക് വന്നിട്ടുള്ള വേക്കൻസിയാണ്. ഏകദേശം 20ഓളം കാറ്റഗറിയിൽ പുതിയ വേക്കൻസി വന്നിട്ടുണ്ട്. മെയിൽ ആൻഡ് ഫീമെയിലിന് ഈ ജോബിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഏജ് ലിമിറ്റായിട്ട് കമ്പനി പറയുന്നുള്ളത് 20 മുതൽ 40 വരെ പ്രായമുള്ള ആൾക്കാർക്ക് ഈ ജോബിന് അപ്ലൈ ആവുന്നതാണ്. അപ്പോൾ അതിലോട്ട് വന്നിട്ടുള്ള ആദ്യത്തെ വേക്കൻസി ഹെഡ് വൈറ്റേഴ്സിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെഡ് ഹോസ്റ്റേഴ്സിൻ്റെ വേക്കൻസി ഉണ്ട്. ഹോസ്റ്റേഴ്സ്, ബാർ അറ്റൻഡർ, ഹെഡ് ബാർ അറ്റൻഡർ, അതേപോലെ തന്നെ വൈറ്റേഴ്സ്, ഹൗസ് കീപ്പിംഗ് അറ്റൻഡൻറ്റ്, ക്യാഷ്യർ, ജൂനിയർ സോസ് ഷെഫ്, അതേപോലെ തന്നെ ഡമ്മി ഷെഫ് ഡിപ്പോർട്ടി, ക്യാഷ്യർ, റണ്ണർ, വൈറ്റർ ആൻഡ് വൈറ്റേഴ്സ്, ബ്രിസ്റ്റ, സൂപ്പർവൈസർ, കോമീസ്, ചെഫ് ഡി പാർട്ടി, സീനിയർ ചെഫ് ഡി പാർട്ടീൻ്റെ വേക്കൻസിയാണ് നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിലോട്ട് അപ്ലൈ ചെയ്യേണ്ടത് ഈ കാണുന്ന മെയിൽ ID നിങ്ങളുടെ CV സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ മേഖലയുമായി, ഹോട്ടൽ മേഖലയുമായിട്ടൊക്കെ ജോബ് നോക്കുന്ന, റെസ്റ്റോറൻറ്റ് മേഖലയുമായിട്ടൊക്കെ ജോബ് നോക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ അപ്ലൈ ചെയ്യുക. അടുത്തതായി വന്നിട്ടുള്ള വേക്കൻസി അബുദാബിയിലേക്കുള്ള വേക്കൻസിയാണ്. അബുദാബിയിൽ പുതുതായിട്ട് ആരംഭിക്കാൻ പോകുന്ന റോയൽ ഗൾഫിൻ്റെ ഔട്ട്ലെറ്റിലേക്കുള്ള വേക്കൻസിയാണ്. റോയൽ ഗൾഫിൻ്റെ 2 ഹൈപ്പർ മാർക്കറ്റാണ് അബുദാബിയിൽ പുതുതായിട്ട് ആരംഭിക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് ഏകദേശം 50ഓളം വേക്കൻസികളാണ് നിലവിൽ വന്നിട്ടുള്ളത്. മെയിൽ ആൻഡ് ഫീമെയിലിന് അപ്ലൈ ചെയ്യാൻ പറ്റിയ വേക്കൻസികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിന് ചാർജോ കാര്യങ്ങളോ ഒന്നുമില്ല, കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടാണ്. ഈ വരുന്ന ഫെബ്രുവരി 25 മുമ്പായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യണം. സെയിൽസ്മാൻ്റെ 50 വേക്കൻസിയും അതേപോലെ തന്നെ ക്യാഷ്യറിൻ്റെ 10 വേക്കൻസി, ബൂച്ചറിൻ്റെ 3 വേക്കൻസി, ഫിഷറിൻ്റെ 3 വേക്കൻസിയാണ് നിലവിൽ വന്നിട്ടുള്ളത്. ഇതിലോട്ട് അപ്ലൈ ചെയ്യാനുള്ള മെയിൽ ID ഞാൻ ഈ കാണുന്ന മെയിൽ IDയിലോട്ടാണ് നിങ്ങളുടെ CV സെൻഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ആർക്കെങ്കിലും ഹൈപ്പർ മാർക്കറ്റ് മേഖലയിലേക്ക് ജോബ് നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക. നല്ലൊരു അവസരമാണ്. നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും വിസിറ്റ് വിസയിലൊക്കെ വന്ന് ഈ മേഖലയുമായി ജോബ് നോക്കുന്നുണ്ടെങ്കിൽ അവരിലേക്കും കൂടെ ഇൻഫർമേഷൻ എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. വേറൊരു വേക്കൻസി വന്നിട്ടുള്ളത്, കുറേ പേര് കമൻറ്റ് ബോക്സിലൂടെയും അതേപോലെ തന്നെ പേഴ്സണലായിട്ടൊക്കെ വന്ന് മെസ്സേജ് അയച്ച് ചോദിക്കുന്ന മേഖലയിലേക്കുള്ള വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. ദുൽസ്കോ എന്ന് പറയുന്ന ഒരു കമ്പനിയിലേക്കുള്ള വേക്കൻസിയാണ്. ദുബൈ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ അതിലോട്ട് ഏകദേശം 7ഓളം കാറ്റഗറിയിൽ പുതിയ വേക്കൻസി വന്നിട്ടുണ്ട്. സ്റ്റോക്ക് ടേക്കേഴ്സ്, അതുപോലെ തന്നെ സ്റ്റോർ അസിസ്റ്റൻറ്റിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസിയാണ്. ക്വാളിഫിക്കേഷനായിട്ട് SLC ഒക്കെയാണ് കമ്പനി ചോദിക്കുന്നുള്ളത്. അതുപോലെ തന്നെ ലോഡിംഗ് അൺലോഡിംഗ് സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട്. പാക്കിംഗ് ആൻഡ് പിക്കേഴ്സിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസി ഉണ്ട്. ക്ലീനേഴ്സ്, അതേപോലെ തന്നെ വെയർഹൗസ് അസിസ്റ്റൻറ്റിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസിയും കൂടെ വന്നിട്ടുണ്ട്. ഷെൽവേഴ്സിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസിയും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ടും അപ്ലൈ ചെയ്യേണ്ടത് മെയിൽ ത്രൂ ആണ്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന മെയിൽ IDയിലോട്ട് നിങ്ങളുടെ CV സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓരോ ജോബിലേക്കും അപ്ലൈ ചെയ്യാനുള്ള മെയിൽ IDയും അതേപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണാൻ പറ്റും. അതിൽ ഓരോ കമ്പനിയുടെ പേരും അതേപോലെ തന്നെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും കൂടെ കൊടുത്തിട്ടുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയും അപ്ലൈ ചെയ്യുക. അതല്ലെങ്കിൽ ഈ കാണുന്ന മെയിൽ IDയിലോട്ട് നിങ്ങളുടെ സബ്ജക്റ്റ് ഏത് പൊസിഷനിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് അത് സബ്ജക്റ്റും കൂടെ ആഡ് ആക്കിയിട്ട് അപ്ലൈ ചെയ്യുക. നല്ലൊരു അവസരമാണ്. അടുത്തതായി വന്നിട്ടുള്ള വേക്കൻസി അബുദാബി കോർപ്പറേറ്റ് സൊസൈറ്റിയിലേക്ക് വന്നിട്ടുള്ള വേക്കൻസിയാണ്. ഏകദേശം 9ഓളം കാറ്റഗറിയിലായിട്ട് പുതിയ വേക്കൻസികൾ വന്നിട്ടുണ്ട്. നല്ല നല്ല വേക്കൻസികളാണ്. +2 SLC ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ വേക്കൻസിയാണ് നിലവിൽ വന്നിട്ടുള്ളത്. മെയിൽ ആൻഡ് ഫീമെയിലിന് അവസരങ്ങളുണ്ട്. അപ്പോൾ അതിലോട്ട് വന്നിട്ടുള്ള വേക്കൻസികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇതൊക്കെ കമ്പനി ഡയറക്റ്റായിട്ട് നമുക്ക് അയച്ചു തരുന്ന വേക്കൻസികളാണ്. അപ്പോൾ യാതൊരു വിധത്തിലുള്ള ചാർജോ കാര്യങ്ങളോ ഒന്നുമില്ല. ഏജൻസിയോ അതല്ലെങ്കിൽ കൺസൾട്ടൻസി ടീമോ ഒന്നും ഇടയിലില്ല. ഡയറക്റ്റായിട്ടുള്ള വേക്കൻസികളാണ്. അപ്പോൾ അതിലോട്ട് ആദ്യമായിട്ട് വന്നിട്ടുള്ള വേക്കൻസി ക്യാഷ്യർ, അതേപോലെ തന്നെ
മർച്ചൻഡൈസർ, സെയിൽസ്മാൻ, ബൂച്ചർ, ഫിഷ് മോങ്കർ, ബേക്കർ, അതുപോലെ തന്നെ ലോഡിംഗ് സ്റ്റാഫ്, സ്റ്റോർ കീപ്പർ, കസ്റ്റമർ സർവീസ്, ഹെവി ബസ് ഡ്രൈവർ, ഹെൽപ്പേഴ്സ്, ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ സ്റ്റോക്കേഴ്സ്, ടീം ലീഡേഴ്സിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസിയാണ് നിലവിൽ വന്നിട്ടുള്ളത്. ഇതിലോട്ട് അപ്ലൈ ചെയ്യാനുള്ള മെയിൽ ID വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. അബുദാബി കോർപ്പറേറ്റ് സൊസൈറ്റി ജോബ്സ് അപ്ലൈ നോ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. നല്ലൊരു അവസരമാണ്. വിസിറ്റ് വിസയിലൊക്കെ വന്ന് ജോലി നോക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ അപ്ലൈ ചെയ്യുക. അടുത്തതായി ഞാൻ വീഡിയോ ചെയ്യുന്നതിന് കുറച്ച് മുമ്പ് നമുക്ക് അയച്ചു തന്നിട്ടുള്ള വേക്കൻസിയാണ്. നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഭാഗത്ത് നിന്ന് അയച്ചു തന്നിട്ടുള്ള വേക്കൻസിയാണ്. നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലേക്ക് ഒരു കാറ്റഗറിയിൽ പുതിയ വേക്കൻസി വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് ഒമാനിലേക്കുള്ള വേക്കൻസി ഇട്ടിരുന്നു. അത് ഓൾറെഡി ഫുള്ളായി. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള വേക്കൻസി ദുബൈയിലേക്കുള്ള വേക്കൻസിയാണ്. ഹോം അപ്ലയൻസ് സർവീസ് സ്റ്റാഫിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. അതിന് വേണ്ട എലിജിബിലിറ്റി കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2 വർഷത്തെ GCC എക്സ്പീരിയൻസ് കമ്പനി ചോദിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതാണ് കമ്പനിയുടെ മെയിൽ ID. കാണുന്ന മെയിൽ IDയിലോട്ട് നിങ്ങളുടെ CV സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഇത്രയൊക്കെയാണ്. എല്ലാ ദിവസവും എനിക്ക് വരുന്ന വേക്കൻസികൾ കൃത്യമായി നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിലും കൂടെ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ മാത്രം ലൈക്ക് ചെയ്താൽ മതി. കുറേ ദിവസമായി വീഡിയോ ഒക്കെ എടുക്കാത്തത്. അപ്പോൾ അതിൻ്റെ ചെറിയ മിസ്റ്റേക്കുകൾ കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ സംഭവിച്ചിട്ടുണ്ടാവും. എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. തീർച്ചയായിട്ടും വീഡിയോ ഒക്കെ കൃത്യമായി വരുന്നതായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെക്കും ഒരു ഷോർട്ട് ബ്രേക്ക്.